മൂളിപ്പാട്ടും പാടി നടന്നു വരുന്ന വിവാനെ അൻസിക നോക്കി. ശരണോട്ടോ, ഏട്ടത് എന്താ പറ്റി? എനിക്കറിയില്ല. മിസ് വന്നേ, ഫുഡ് കഴിക്കാം. ആദ്യമാണ് ഫുഡ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തത്. വിഹാന്റെ ഭാഗത്തെത്തിയതും അവൾ അവൻ്റെ അടുത്ത് പാത്രം വെച്ച് അവളുടെ സീറ്റിൽ പോയിരുന്നു. അവൻ ചെറുപുഞ്ചിരിയോടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇട്ടു. ഇച്ചായത് ഏട്ടൻ ചിരിക്കുന്നു. 3 പേരും വിഹാനെ അന്തമില്ലാതെ നോക്കുന്നത് കണ്ട് വിഹാൻ അവർ 3 പേരെയും നോക്കി പുരികമൂർത്തി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലേട്ടാ. വിഹാൻ കഴിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആദ്യം അവൻ നോക്കുന്നുണ്ട്. അവൻ ആദ്യം നോക്കുന്നത് 3 പേരും കണ്ടു. എടാ, എന്തോ ഉണ്ടല്ലോ. ഏട്ടൻ എന്താ പറ്റിയേ? ഹാദുവിനെക്കാട്ടത്തിന് ദേഷ്യം വരുന്ന ഏട്ടൻ ഹാദുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. എന്തോ ഉണ്ട് കുഞ്ഞുസേ. ഏട്ടനുള്ളിൽ ആദ്യമോളുണ്ട്. ഇത്രയും ദിവസം ഏട്ടൻ്റെ കണ്ണിൽ ആദ്യമോളോട് വെറുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ണിൽ പ്രണയമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. എന്നാലും ആദ്യമോളോടൊരു കുഞ്ഞിഷ്ടം തുടങ്ങിയിട്ടുണ്ട്. ആദ്യ വിഹാനെ നോക്കി. തന്നെ കണ്ണെടുക്കാൻ നോക്കിയിരിക്കുന്ന വിഹാനെയാണ് അവൾ കണ്ടത്. വിഹാൻ ആദിയെ നോക്കി സൈറ്റ് അടിച്ചു. അവൻ സൈറ്റ് അടിച്ചതും ആദ്യം ചുമയ്ക്കാൻ തുടങ്ങി. അയ്യോ മോളെ, ഇതാ വെള്ളം. താങ്ക്സ് അമ്മേ. വെള്ളം കുടിച്ച ശേഷം തല താഴ്ത്തി കഴിക്കാൻ തുടങ്ങി. അവനെ പിന്നെ അവൾ നോക്കിയത് പോലും ഇല്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞു അവൾ വേഗം പാത്രമെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അവൾ കഴിച്ചെണീറ്റതും അവനും പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അതെ, പാത്രം ഇങ്ങനെ ഒരയ്ക്കല്ലേ. അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് സിങ്കിലേക്ക് വീണു. ഞാനായിട്ട് മാറിക്ക്, എനിക്ക് പോണം. ഞാൻ മാറാം. ആരെന്നോട് മിണ്ടോ? നീ എൻ്റെ LKG പിള്ളേർ ചോദിക്കുന്ന പോലെ മിണ്ടോ എന്നൊക്കെ ചോദിക്കുന്നേ. അയ്യേ, നിനക്ക് റൊമാൻറ്റിക്കോടെ പറയാൻ അറിയില്ലേ? വിഹാന്റെ മനസ്സ് ആദ്യം ചിരി പൊട്ടിയിരുന്നു. സോറിഡോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആദ്യം ഭാര്യ സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല. നീ എനിക്ക് സമയം താ പ്ലീസ്. ഞാൻ പറഞ്ഞതിനൊക്കെ സോറി. നമുക്ക് ഫ്രണ്ട് ആവാം. എന്തെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അന്നത്തെ സംഭവത്തിന് ശേഷം ആദ്യനോടൊന്നും മിണ്ടിയിട്ടില്ല. ആദ്യം പ്ലീസ്. അവളൊന്നും അവനോട് മിണ്ടിയില്ല. വിഹാൻ അടുക്കൽ നിന്ന് പോവാൻ നിന്നതും ആദ്യം വിഹാന്റെ കയ്യിൽ പിടിച്ചു. വിഹാനേട്ടനോട് ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ അന്ന് അങ്ങനെയൊക്കെ വിഹാൻ എന്നോട് പറഞ്ഞപ്പോൾ ദേഷ്യവും സങ്കടവും വന്നു. അതാ ഞാൻ പിണങ്ങിയതുപോലെ ആക്ട് ചെയ്തത്. ഓക്കെ, ഇന്ന് അൻസിയുടെ റൂമിൽ കിടന്നു. നാളെ മുതൽ എൻ്റെ റൂം അല്ല, നമ്മുടെ റൂമിൽ കിടക്കണം. ഓക്കെ ആണോ? എന്നാ പോയി കിടന്നു. അൻസി റൂമിലെത്തിയതും ആദികയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്തിങ്ങനെ നോക്കുന്നേ? എന്തായിരുന്നു അടുക്കളയിൽ? ഒന്നും നടന്നിട്ടില്ലേ? എന്ത് നടന്ന കാര്യം നീ പറയുന്നേ? റൊമാൻസ്? നീ ഒന്ന് പോയ അൻസു. ഞങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് നടക്കുന്ന കാര്യമല്ലതാണിത്. വിയാനായിട്ട് ഞാൻ മിണ്ടാത്തിൽ നല്ല വിഷമമുണ്ട്. ഞാൻ മിണ്ടിയപ്പോഴാണ് വിയാനായിട്ട് സന്തോഷമായത്. നാളെ റൂമിലേക്ക് വന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ അതു? അൻസിക ആദ്യം കെട്ടിപ്പിടിച്ചു. ആദ്യം മിണ്ടിയപ്പോഴാണ് വിയാന് സമാധാനമായത്. അവൻ അന്നത്തെ രാത്രിയിൽ സുഖമായി കിടന്നു. പിറ്റേന്ന് രാവിലെ അച്ഛാ ചായ. ഇന്ന് നമ്മൾ നേരത്തെയാണല്ലോ. മോളാണ് ചായ ഉണ്ടാക്കിയത്. അതെ അച്ഛാ. കൊള്ളാവോ? മോളെ നന്നായിട്ടുണ്ട്. മോളെ അമ്മ എണീറ്റോ? അമ്മയുടെ മുഖം എന്താ വല്ലാതെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല തലവേദന മോളെ. ബാമയ്ക്ക് പുരട്ടി നോക്കി, പക്ഷെ തലവേദന കുറയുന്നില്ല. അമ്മ ഇവിടെ ഇരിക്കും. ഞാൻ അമ്മയ്ക്ക് തുളസിയിലിട്ട ചായ ഉണ്ടാക്കി തരാം. മോളെ. ആദ്യം ഉമ്മറത്ത് പോയി തുളസിയില പറിച്ച് അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി വിധു അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മ ഇതാ ചായ. മോള് കുടിച്ചോ? അമ്മേ, ഞാൻ കുടിച്ചു. ഞാൻ വേണ്ടതിന് ചായ കൊടുത്തു വരാം. ശരി മോളെ. ആദ്യം വേനുള്ള ചായ എടുത്ത് അവൻ്റെ റൂമിലേക്ക് നടന്നു. വാതിൽ ചാരിയിട്ടത് കണ്ട് ആദ്യം നെറ്റി ചുളിഞ്ഞു. വേണ്ട റൂമിൽ കാണാനില്ലല്ലോ. ഇതെവിടെയാണ്? ചിലപ്പോൾ ജോഗിന് പോയിട്ടുണ്ടാവും. അവൾ റൂമിൽ നിന്നും ഇറങ്ങി. എന്താ മോളെ, വേൻ ചായ കൊടുത്തില്ലേ? ഇല്ലമ്മേ, റൂമിൽ വിനോട്ടിനെ കണ്ടില്ല. ആദ്യം മോളെ, ഞാൻ എവിടെയുണ്ട്? രാവിലെ ജോഗിന് പോയതാണ്, വിൻസെന്റ് പറഞ്ഞു. വിൻസെന്റ് ചാൻ ഇരിക്കെ, ഞാൻ 3 പേർക്ക് ചായ എടുക്കാം. ഓക്കെ മോളെ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വിഹാനെ നോക്കി ആദ്യം ചിരിച്ചു. അവനും മോനെ വിഹാൻ, എന്താണ് ഒരു ചിരിയൊക്കെ? വിൻസെന്റ് അവനെ കളിയാക്കി. അതെ, എനിക്ക് ചിരിക്കാൻ പാടില്ലെന്നുണ്ടോ? എൻ്റെ പൊന്നോ, നീ എന്നെ കടിച്ചു കയറാൻ നോക്കണ്ട. നീ ഇപ്പം മനസ്സറിഞ്ഞാണ് ചിരിച്ചല്ലേ. നീ ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കറങ്ങാൻ പോവാ. നേരാണ് ചായ. അൻസിക ഓടി വന്ന് വിൻസെന്റ് ഒക്കത്ത് കയറിയിരുന്നു. കുരുപ്പത് മാറടി, ചക്കപ്പത്ത് പോലെ ഉണ്ട്. നീ ഇപ്പോൾ നീ എൻ്റെ ഒക്കത്ത് കയറിയിരുന്ന ഞാൻ എൻ്റെ എടുപ്പ് പണയത്തിന് കൊടുക്കേണ്ടി വരും. അൻസിക മുഖം വെറുപ്പിച്ച് അവളുടെ റൂമിലേക്ക് തന്നെ പോയി. പെണ്ണ് പിണങ്ങെന്ന് തോന്നുന്നു. നസ്രാണി, നിനക്കെൻ്റെ പെങ്ങളെ ഇഷ്ടമല്ലേ? അത് വിഹാൻ, നിനക്കെൻ്റെ പെങ്ങളെ ഇഷ്ടമാണെന്ന് നിന്റെ മനസ്സെനിക്കറിയാം വിൻസൻ. അതേടാ, ഞാൻ അൻസികയെ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ ജീവനാടാ അവള്.
ശരി ശരി. 3 പേരും ഫ്രഷായി വന്നു. പെങ്ങളെ ഒരു രക്ഷയില്ലോട്ടോ, എന്ത് ടേസ്റ്റ് ആണെന്നറിയോ ചായക്ക്. ആദ്യം വിൻസെന്റ് നോക്കി പുഞ്ചിരിച്ചു. 1 മിനിറ്റ്. വിഹാൻ പുറത്തേക്ക് അവൻ്റെ ഫോൺ ബെല്ലടിച്ചതും പോയി. അല്പസമയം ശേഷം അവൻ ഹാളിലേക്ക് വന്നു. എന്താടാ നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അരുൺ ചോദിച്ചു. അതച്ചാ എനിക്കിന്ന് തന്നെ എറണാകുളത്തിലേക്ക് പോകണം, അവിടെ എന്തൊരു ക്യാമ്പുണ്ടെന്ന്. വിഹാൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഡാ അപ്പോൾ ആദ്യമോള് ആദ്യം ഞാൻ കൊണ്ടുപോവാം, പക്ഷെ ഇപ്പം പറ്റില്ല. വിഹാൻ റൂമിലേക്ക് ചെന്ന് ബെഡിലിരുന്നു. എനിക്ക് പറ്റില്ല, 2 മാസം ഞാൻ ഇങ്ങനെ എൻ്റെ ആദിയെ കാണാതിരിക്കുന്നു. ഓ ഓ ഓ എൻ്റെ ആദി, അതെനിക്ക് പെരുത്തിഷ്ടമായി മോനെ വിഹാനെ. ആദ്യം നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ കുട്ടാ. വിഹാന്റെ മനസ്സ്. വിഹാൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറി കുളിച്ചു. യൂണിഫോം ഇട്ട് തലയിൽ തൊപ്പിയിട്ട് ബാഗ് എടുത്ത് താഴേക്ക് ചെന്നു. വിഹാനെ പോലീസ് യൂണിഫോമിൽ കണ്ട ആദി വെപ്രാളത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഫ്ലാഷ് ബാക്ക്. കിരണേട്ടാ എന്താ എൻ്റെ അച്ഛനെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ? അതുമോളെ മാമന രാജുവിൻ്റെ കയ്യിൽ നിന്നും 20 ലക്ഷം വാങ്ങിയിരുന്നു. ഗോപികയുടെ കല്യാണത്തിന് ആഭരണങ്ങൾ വാങ്ങാനാണെന്ന് തോന്നുന്നു. മാമൻ സമയം ചോദിച്ചിട്ടും ഇനി സമയം തരില്ലെന്ന് അയാൾ പറഞ്ഞു. മാമനും അയാളും വാക്ക് തർക്കമുണ്ടായി. മോള് കോളേജിലേക്ക് പോയപ്പോൾ മാമൻ പൈസ കടം ചോദിക്കാൻ ഇറങ്ങിയതാണ്. ആ രാജുമാമനെ അയാളുടെ കൂട്ടാളിൽ ചേർന്ന് മർദ്ദിച്ചു. ടെറസിൻ്റെ മുന്നിൽ നിന്ന് താഴേക്കിട്ടു. ഇപ്പം പാതി ജീവൻ മാത്രമേ ഉള്ളൂ മോളെ. ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ കാണണം. പ്ലീസ് ഏട്ടാ, എനിക്കിപ്പോൾ കാണണം. മോളെ ഇപ്പം കാണാൻ പറ്റില്ലടാ, ICUവിലാണ്. രാജീവ് മൊഴിയെടുക്കാൻ വന്നത് കണ്ട് കിരൺ ദേഷ്യത്തോടെ അയാളുടെ കോളറിൽ പിടിച്ചു. ഡാ, എൻ്റെ മാമനെ അവസ്ഥയിലാക്കിയത് നിങ്ങളല്ലേ? എന്തിനാണോ? തൻ്റെ പൈസ തരുമല്ലോ, നിവർത്തികേട് വാങ്ങിപ്പോയതാണ്. പക്ഷേ നിങ്ങളൊരു മനുഷ്യാന്നുള്ള പരിഗണന പോലും കാണിക്കാതാണ്. നിങ്ങളൊരു പോലീസാണോ? കഷ്ടം. രാജി അപ്പോഴേക്കും ആദ്യം നോക്കുന്ന തിരക്കിലായിരുന്നു. എനിക്ക് പൈസ വേണ്ട, പകരം അനന്തൻ്റെ ഇളയ മോളായ ഇവളെ എനിക്ക് മതി. കുറച്ച് ദിവസമായി ഇവളെ ഞാൻ മോഹിക്കുന്നു തുടങ്ങിയിട്ട്. ഒരു രാത്രി മാത്രം മതി. കോൺസ്റ്റബിൾ, അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഇരുത്തും. തൊട്ടുപോയത് ഇവള്. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടേ? ഞാൻ തരാം. എപ്പോ? നാളെ തന്നെ. ഓക്കെ. അനന്തൻ്റെ ഹെൽത്ത് ഓക്കെ ആയി, പക്ഷെ ശരീരം തളർന്നു. ആദിക്ക് അനന്തനെ ആ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റിയിരുന്നില്ല. ഏട്ടാ, ഞാൻ എന്നാൽ വീട്ടിലേക്ക് പോയിട്ട് വരാം. എനിക്ക് അച്ഛനെ അവസ്ഥയിൽ കാണാനാവില്ല. മോളെ ഒറ്റയ്ക്ക് പോവണ്ട, ഏട്ടൻ കൊണ്ടാക്കാം. ആദ്യം വീട്ടിലാക്കിയ ശേഷം കിരൺ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോയി. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ കൊട്ടുകേട്ട് ആദ്യ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന രാജീവിനെ കണ്ട് ആദ്യ വാതിലടക്കാൻ നോക്കിയെങ്കിലും രാജീവ് അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അകത്ത് കയറി വാതിലടച്ചു. മോള് പേടിക്കണ്ടാ, ഞാൻ മോളൊന്നും ചെയ്യില്ല. എൻ്റെ ഭാര്യ നല്ല ഉറക്കാണ്, നമുക്കിന്ന് തുടങ്ങിയാലോ? അൽ ഷോട്ട് സൂരി അവളിലേക്ക് അടുത്തു. എന്നെ ഒന്നും ചെയ്യില്ല പ്ലീസ്. മോള് പേടിക്കൊന്നും വേണ്ട, അങ്കിൾ വേദനിപ്പിക്കില്ല. എന്നെ വിട്. കുതറാതെ മിണ്ടാതെ കിടന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വേദനിപ്പിക്കും. അയാൾ ആദികയുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിക്കുന്നതിന് മുന്നേ അയാളുടെ പിറകിൽ കത്തി തുളഞ്ഞു കയറിയിരുന്നു. ആദി പേടിയോടെ മുന്നിലേക്ക് നോക്കി. ശിവേട്ട, മോള് പേടിക്കണ്ടാ, ഞാൻ കിരണിനെ വിളിച്ചിട്ടുണ്ട്, അവനിപ്പോൾ വരും. നീ എന്നെ കത്തിയെടുത്ത് കുത്തിരടാ, ഞാൻ നിന്റെ അച്ഛനാ. നിർത്തടോ. അച്ഛനാണ് പോലും. അച്ഛനാണെങ്കിൽ ആദ്യം കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യൂ. അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല, അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അച്ഛനല്ലേ അനന്തങ്ങൾ ഈ അവസ്ഥയിലാക്കിയത്. അച്ഛൻ്റെ പൈസ എങ്കിൽ തരാതൊന്നും ഇരിക്കില്ല. പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്ത്? അയാളൊന്നും പറഞ്ഞില്ല. അയാളുടെ വായിൽ നിന്നും കൊഴുത്ത രക്തം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോലും ശിവക്കാലോട് ഒരു അനുകമ്പ പോലും ഉണ്ടായിരുന്നില്ല. കിരൺ വന്നതും അയാളെ പൊതിരയിട്ട് തല്ലി. അയാൾ വേദനയോട് അലറി വിളിച്ചു. തന്നോട് ഞാൻ പറഞ്ഞല്ലേ പൈസ തരാമെന്ന്, എന്നിട്ട് എൻ്റെ മോളെ നീ. കിരണ് ദേഷ്യം അടങ്ങിയിരുന്നില്ല. അവളൊരു പുഴുവിനെ പോലെ ചുരുണ്ട് കൂടിയിരുന്നു. ശിവ, താങ്ക്സ് ഡാ, നീ കൃത്യസമയത്ത് വന്നതുകൊണ്ട് മാത്രം എൻ്റെ മോള് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഈ ഡാഷിൻ്റെ മോൻ എൻ്റെ മോളെ പിച്ച് ചീന്തിയിട്ടുണ്ടാവും. എന്താ കിരൺ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇവള് ഈ ശിവയുടെ പെങ്ങളാണ്. താങ്ക്സ് ഒന്നും വേണ്ട. കിരണും ശിവയും സംസാരിച്ചിരുന്നു. രാജീവ് പതി എണീറ്റുകൊണ്ട് ഗണ്ണെടുത്ത് ആദിക്ക് നേരെ ചൂണ്ടി. കിരണേട്ടാ, ആദിമോളെ, അയ്യോ എൻ്റെ മോള്. രാജീവ് ഉറക്കെ ചിരിച്ചു. അയാളുടെ അടുത്തേക്ക് വന്ന ശിവ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. എൻ്റെ ആദിമോൾക്ക് ഇതിന് സംഭവിച്ച. അയാളുടെ കണ്ണുകൾ പതിയടഞ്ഞു. അയാൾ മരണത്തിന് കീഴടങ്ങി. ആദ്യ വേഗം ഹോസ്പിറ്റലിൽ കാണിച്ചതുകൊണ്ട്
അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ആദിയുടെ വയറിലേക്കായിരുന്നു അയാൾ ഗൺഷോട്ട് ചെയ്തത്. ശിവയെ പോലീസ് കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഫ്ലാഷ് ബാക്ക് എൻഡ്. എല്ലാവരും ആദിയെ നോക്കി. അവൾ തലയിൽ കൈവച്ച് താഴേക്ക് വീഴുന്നതിന് മുന്നേ വിഹാൻ അവളെ താങ്ങി പിടിച്ചിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. വിഹാൻ, പേടിക്കാതെ, തൻ്റെ ഭാര്യയ്ക്ക് ഒന്നുമില്ല. BP ലോ ആയതാണ്. ബോഡി നല്ല വീക്കാണ്. ടെൻഷനുള്ള എന്തോ കാര്യം ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ട്. അതാ ബോഡി വീക്കാവാൻ കാരണം. ഞാൻ മരുന്ന് എഴുതിയിട്ടുണ്ട്. ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കും. ആദിക്ക് കൊടുക്ക്. മരുന്ന് കഴിച്ച് ഓക്കെ ആയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. ഡോക്ടർ പോയതും വിഹാൻ കാറ്റ് പോലെ റൂമിലേക്ക് പോയി. വാടിക്കിടക്കുന്ന ആദിയെ കണ്ടതും വിഹാന്റെ ഹൃദയം വിങ്ങി. രാജീവ്, പ്ലീസ് എന്നൊന്നും ചെയ്യില്ലേ. ആദി മോളെ, എന്താടാ? ഒന്നുമില്ല, ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. ഇല്ല, മോൾക്കൊന്നുമില്ല. ആദിയുടെ നിലവിളി കേട്ട് വിഹാന്റെ റൂമിലേക്ക് വന്ന എല്ലാവരും കാണുന്നത് ആദിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിഹാനെയാണ്. ആ ദൃശ്യം കണ്ടതും എല്ലാവർക്കും സന്തോഷമായി. വിഹാൻ ഫോൺ എടുത്ത് കിരണിനെ വിളിച്ചു. ഹലോ വിഹാനേട്ടാ. ഹലോ കിരൺ, നീ എത്രയും വേഗം പെട്ടെന്ന് ഹൈദരാബാദിലേക്ക് വരണം. എന്താ വിഹാനേട്ടാ? കിരൺ ആകുലതയോട് ചോദിച്ചു. അതൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ, ഞാനതെപ്പോൾ വരാം. കിരൺ ഹരിനന്ദനത്തിലെത്തി. കിരൺ, എനിക്ക് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാ ഞാൻ കിരണിനെ വിളിപ്പിച്ച്. എന്താ വിഹാനേട്ടാ? ഇന്ന് ആദി തലകറങ്ങി വീണു. അയ്യോ, എൻ്റെ മോൾക്ക് എന്താ പറ്റി? ആദിക്ക് BP ലോ ആയതാണ്. പേടിക്കാവുന്നില്ല. എനിക്കറിയേണ്ടത് രാജീവൻ്റെ പേര് കേട്ടതും കിരണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കിരൺ എല്ലാം പറഞ്ഞു. രാജീവൻ കാരണമാണ് ആദ്യം മോൾക്ക് പോലീസുകാർ ഇത്രയും പേടി. ഗോപികയുടെ വിവാഹമായുള്ള കല്യാണത്തിന് 20 ലക്ഷം മാമൻ വാങ്ങിയിരുന്നു. പക്ഷേ അത് കൊടുക്കേണ്ട സമയത്ത് മാമന് കൊടുക്കാൻ സാധിച്ചില്ല. അയാൾക്ക് പണത്തേക്കാൾ ആദികയാണ് വേണ്ടിയിരുന്നത്. അവരുടെ തൊട്ട വീട്ടിൽ തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. ആ രാജീവ് മാമനുമായി നല്ല കൂട്ടായി. 2 വീട്ടുകാരും സന്തോഷത്തോടെ കഴിഞ്ഞു. അപ്പോഴും ആളുടെ ശ്രദ്ധ മുഴുവൻ ആദിമോളിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എൻ്റെ ആദിമോൾ ഒരു പാവമായിരുന്നു. ആരെയും നുള്ളി നോവിക്കാൻ അവൾക്കറിയില്ല. ഗോപിക വിവാഹം ഇഷ്ടപ്പെടുന്നതും അവൾക്ക് വിവാഹനെ കല്യാണം കഴിക്കണമെന്ന് അവൾ നിർബന്ധിച്ചപ്പോൾ മാമന രാജീവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി. അത് അയാൾക്ക് ഒരു അവസരമായി. ആദ്യമൊന്ന് അയാൾ മാമനോട് സൗമ്യമായി തന്നെ പെരുമാറി. പിന്നീട് അയാളുടെ സംസാരരീതികൾ മാറി തുടങ്ങി. മോളെപ്പോലെ കണ്ടിരുന്ന ആദിയെ ഹോസ്പിറ്റലിൽ വെച്ചൊരു രാത്രി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ എനിക്ക് തോന്നിയത്. അന്നത്തെ രാത്രിയിൽ ഞാൻ ശിവയോടെല്ലാം പറഞ്ഞിരുന്നു. അവൻ അയാളെക്കുറിച്ച് അറിയാവുന്ന കൂടി തന്നെ ശിവ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ശിവ തന്നെ അയാളെ കൊന്നു. അച്ഛനെ കൊന്ന കുറ്റത്തിലും ഇപ്പോൾ ശിവ ജയിലിലാണ്. കാര്യമെല്ലാം കോടതി മുഖേന ആദ്യമോള് പറഞ്ഞതുകൊണ്ട് ശിവയ്ക്ക് തൂക്കുകയറി വിധിച്ചില്ല. വിഹാൻ, നീ വേണം മോളുടെ പേടി മാറ്റാൻ. എനിക്കറിയാം നിനക്ക് ആദ്യമോളെ വെറുപ്പാണെന്ന്. കിരൺ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ആ ഗോപികയെ പോലല്ല ആദി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ബട്ട് ഭാര്യ എന്ന സ്ഥാനം കൊടുക്കാൻ എനിക്ക് ടൈം വേണം. ഓക്കെ കിരൺ, നീ ആദ്യം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാണ്. എനിക്ക് അവിടെ ഒരു ക്യാമ്പുണ്ട്. അത് കഴിയുന്നത് വരെ ആദ്യം വീട്ടിലിരുന്നോട്ടെ. വീട്ടിലാകുമ്പോൾ അവളുടെ മനസ്സ് ഓക്കെയാവും. വിദ്യയ്ക്കും അരുണും ആദ്യം വീട്ടിൽ പോകുന്നതിൽ സന്തോഷം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടാ പ്ലീസ്, ഞാനും പോട്ടെ പ്ലീസ്. എനിക്ക് എൻ്റെ ആദു കൂടെ ഇല്ലെങ്കിൽ അത് ആലോചിക്കാൻ തന്നെ വയ്യ. ഞാൻ എൻ്റെ ആദിൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ. പൊക്കൂ, അതിനെന്താ? ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളും. ശരൺ ഹോസ്പിറ്റലല്ലേ? ഞാൻ ചോദിച്ചു. ഉണ്ട്, അത്യാവശ്യം പോയാൽ മതി. ഇനി വേണമെങ്കിൽ മോളുടെ വീടിനടുത്താണല്ലോ ഹോസ്പിറ്റല്, ആ വഴിയും പോവാലോ. അപ്പോൾ അമ്മയും അച്ഛനും ഒറ്റയ്ക്കാവില്ലേ? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ആദ്യം മോളെ ഹാപ്പിയാക്കാം. ഹൻസി ആദിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹൻസി, നീ എന്തിനാ കരയുന്നേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടി, ഇപ്പോൾ ഓക്കെയാണ്. അയ്യോ, നീ എൻ്റെ കുഞ്ഞു പിള്ളേരെ പോലെ കരയുന്നേ. എനിക്ക് സങ്കടം വന്നിട്ടാ. നീ ബോധമില്ലാതെ വീണപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചു. അതും ഇപ്പോൾ ആദ്യമാണ് കരയുന്നത്. നീ എന്തിനപ്പോൾ കരയുന്നേ? അവൾ പാതി എണീറ്റ് ഹൻസിയെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലടാ, ഈ സ്നേഹം കണ്ടിട്ടാ കരയുന്നേ. എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ആ ജന്തു പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ചേച്ചിയുടെ ഒരു സ്നേഹം കൊതിച്ചിട്ടുണ്ട്. ലവളുടെ സ്നേഹം കിട്ടാതെ പോയതിൽ നീ സന്തോഷിക്കാൻ വേണ്ട. അതും ലവളുടെ സ്നേഹം വെറും സ്വാർത്ഥമായ സ്നേഹമായിരിക്കും. ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. അല്ലാതെ സ്നേഹിച്ചാലേ അത് വെറും പ്രയാസനം മാത്രമായിരിക്കും. അതുകൊണ്ട് അത് വേഗം റെഡിയാവാൻ നോക്ക്. എങ്ങോട്ട് ഹൻസി? വിയാനായിട്ട് എറണാകുളത്തേക്ക് പോവല്ലേ? തിരിച്ചു വരുന്നവരെ നിന്നോട് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഏട്ടൻ പറഞ്ഞു. നീ മാത്രമല്ല പോണേ, നിന്റെ കൂടെ ഞാനും ഷർണേട്ടനും ഇച്ചാനും വരുന്നുണ്ടീ. ആദിയുടെ കണ്ണുകൾ വിടർന്നു. ശരിക്കും? നീ വന്നേ, നമുക്ക് ഹോളിലേക്ക് പോവാം. ആദിയെ കണ്ടതും കിരൺ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. വിയാനേട്ടനെ പെട്ടെന്ന് പോലീസ് യൂണിഫോമിൽ കണ്ടപ്പോൾ ഞാൻ രാജീവിനെ ഓർത്തു. വിയാൻ അവളുടെ അടുത്തേക്ക് വന്നു.
ആദിയുടെ കവിൾ കോർത്ത് പിടിച്ചു. ഞാൻ രാജീവിട്ടല്ല കേട്ടോ, ആദിക വിഹാനാണ്. ആദി വിഹാനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ആ ചിരിയിൽ വിഹാൻ വീണു അല്ലേ? മൂക്കും കുത്തി തന്നെ വീണു. വിഹാന്റെ മനസ്സ് ഒന്ന് കെട്ടിപ്പിടിക്കടാ. വിഹാൻ ആദിയെ കെട്ടിപ്പിടിച്ചു. ആൻസിയുടെ കണ്ണിപ്പ് പുറത്തേക്ക് ചാടും. ഇച്ചായ എന്നെ ഒന്ന് പിച്ചോ. അതിനെന്താ, നിന്നെ പിച്ചാൻ ഇച്ചാൻ കൂടെ ഉള്ളപ്പോ വേറെ ആളെന്തിനാ മുത്തേ? ആ എന്റെ തൊലി പറഞ്ഞെന്ന് തോന്നി. ആൻസി കൈ ഊതിക്കൊണ്ട് വിൻസെന്റിനെ കൂർപ്പിച്ച് നോക്കി. പുറത്തേക്ക് പോയി കറങ്ങാം എന്ന് വിചാരിച്ചു. ഇനി വേറിട്ട് വന്നിട്ട് പോകാം നമുക്ക്. ഓക്കെ. വിയാൻ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞ് കാറിൽ കയറി. അവൻ പോയി കുറച്ച് ദൂരം കഴിഞ്ഞതും ആദ്യം മൻസിയും വിൻസനും ശരണും കിരണിനോടൊപ്പം ആദിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു.